സിംബാബ്വേയിലെ വിക്ടോറിയ ഫാൾ സിറ്റിയിൽ ബയേറ്റെ ലോഡ്ജിൽ എന്റെ 2ാം ദിവസത്തെ പുലർച്ചെയാണിത്. രാവിലെ തന്നെ റെഡിയായി കുറച്ചുനേരം ലോഡ്ജിന്റെ പരിസരത്തുകൂടി ചുറ്റി നടന്നു. നല്ല പച്ചപ്പിന്റെ ഒരു കോമ്പൗണ്ട്, ധാരാളം ചെടികളും മരങ്ങളുമെല്ലാമുണ്ട്. മരക്കൊമ്പുകളിൽ ഇരുന്ന് കിളികൾ പാട്ടുപാടുന്നു. പുല്ലുമേഞ്ഞ കെട്ടിടങ്ങൾ, പുൽത്തകിടി പിടിപ്പിച്ച മുറ്റങ്ങൾ, ഇടയ്ക്കിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന കുടച്ചുവടുകളുണ്ട്. വളരെ സൗന്ദര്യാത്മകമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോഡ്ജാണ്. ഇതിലെ രാവിലെയുള്ള ഈ നടത്തം തന്നെ ഏറെ സുഖകരം. നടന്ന് പൂൾ സൈഡിലേക്കെത്തി. നല്ല തണുപ്പായതുകൊണ്ട് ഈ നേരത്ത് ആരും പൂളിൽ ചാടുന്നില്ല. അതിനു ചുറ്റും ഉദ്യാനം. ഒരു ഭാഗത്ത് ട്രഡീഷണൽ ശൈലിയിൽ ഒരുക്കിയ കെട്ടിടത്തിൽ റെസ്റ്റോറന്റ്. ഇത്തരം കെട്ടിടങ്ങളും അതിന്റെ രൂപഭാവങ്ങളുമൊക്കെയാണ് ശരിക്കും ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. വിക്ടോറിയ ഫാൾ സിറ്റിയിൽ പ്രധാനമായുള്ള അട്രാക്ഷൻ വിക്ടോറിയ വെള്ളച്ചാട്ടം തന്നെയാണ്. അത് കണ്ടുകഴിഞ്ഞാൽ കൗതുകങ്ങൾ അവസാനിക്കും. പിന്നീടുള്ള 2-3 ദിവസം സന്ദർശകരെ ഇവിടെ നിർത്തുന്നത് ഇത്തരം റിസോർട്ടുകളും അതിന്റെ വ്യത്യസ്തമായ ആംബിയൻസുമൊക്കെയാണ്. ബ്രെഡ്, ജാം, ബട്ടർ, കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഓംലെറ്റും. ഉഴുന്നുവടയുടെ രൂപമുള്ള ഒരു പലഹാരമുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. നേരം 8:30 കഴിഞ്ഞിട്ടുണ്ട്. ലോഡ്ജിന്റെ ഓഫീസിലേക്ക് ചെന്നു. ഇന്നലെ ലഞ്ച് കഴിച്ചതിന്റെ പേയ്മെന്റ് കൊടുക്കാനുണ്ട്. അതെല്ലാം സെറ്റിൽ ചെയ്തു. താമസക്കാർ പലരും വന്ന് ചെക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ടുപോകുന്നതിന് കാറുമായി ഒരാൾ വരും. Good morning. അയാൾ എത്തിക്കഴിഞ്ഞു. Your name? I'm Tulisi. Tulisi. Yes. ഇദ്ദേഹത്തിന്റെ പേര് ടുലിസി എന്നാണ്. We'll go. Yes, Okay. we can go now. Thank you. If you are ready. കഴിഞ്ഞ ദിവസം കണ്ട ലവ്മോർ എന്ന മുതലാളിയുടെ ജീവനക്കാരൻ. അദ്ദേഹം എന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങി അതും വലിച്ച് മുൻപേ നടന്നു. You are. ഇതൊക്കെ ഇവർക്ക് നൽകിയിരിക്കുന്ന ട്രെയിനിങ് കൂടിയാണ്. ബാഗ് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ച് ടുലിസി അകത്തേക്കു കയറി. One second. ഇവിടുത്തെ ടൂറിസം ഇൻഡസ്ട്രിയിലെല്ലാം പ്രവർത്തിക്കുന്നത് വളരെ പ്രൊഫഷണലുകളാണ്. Okay. What is the meaning? ടുലിസി എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്ന് ഞാൻ ചോദിച്ചു. Peacemaker. Yes. So Oh, that's why I'm good. saying you can even call me peacemaker. I don't know. പീസ് മേക്കർ എന്നാണത്രേ. സമാധാനം സൃഷ്ടിക്കുന്നവൻ. So are you ready to go? Yeah, sure. Yes. Are you എല്ലാ സാധനങ്ങളും എടുത്തോ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കുന്നുണ്ട്. No. പാസ്പോർട്ട് ലോഡ്ജിന്റെ റിസപ്ഷനിൽ നിന്ന് വാങ്ങിയോ, ബാഗിൽ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോ, മൊബൈൽ ഫോൺ, ചാർജർ എന്നിങ്ങനെ ഒന്നും മറന്നു വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. How long have you been here? എപ്പോഴും ഹോട്ടലുകളിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ടൂർ ഗൈഡുകൾ ഗസ്റ്റിനോട് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടോ എന്ന്. ഇതെല്ലാം പ്രൊഫഷണലി ട്രെയിൻഡ് ആയ സ്റ്റാഫാണ്. വളരെ മര്യാദയോടെ പെരുമാറുന്ന ആളുകൾ. They are coming from south. നമ്മളാണ് പലപ്പോഴും ടൂറിസത്തിൽ വെള്ളം ചേർക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലയിടത്തും വലിയ ട്രക്കുകൾ കാണാം. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ചരക്കുമായി വരുന്ന ട്രക്കുകളാണെന്ന് ടുലിസി പറഞ്ഞു. ബോട്സ്വാന വഴിയാണ് ഇവ ഇവിടേക്ക് വരുന്നത്. To here or they take. വഴിയിൽ എവിടെയും കാണാം നീളൻ ട്രക്കുകളെ. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നിരവധി ചരക്കുകൾ സിംബാബ്വേയിലേക്ക് എത്തുന്നുണ്ട്. ജൊഹനാസ്ബർഗ് പോലുള്ള പട്ടണങ്ങളിൽ നിന്നാണ് അത് കൂടുതലായും വരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ബോട്സ്വാന കടന്നാണ് വലിയ ട്രക്കുകളിൽ ചരക്ക് സിംബാബ്വേയിലേക്ക് എത്തുക. സിംബാബ്വേയുടെ വ്യാവസായിക കാർഷിക രംഗത്തേക്കുള്ള യന്ത്രങ്ങളും മറ്റു പ്രോഡക്റ്റുകളും മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ടുലിസിക്ക് വയർലെസ്സിലൂടെ ചില സന്ദേശങ്ങളെത്തും. അദ്ദേഹം അതിനെല്ലാം കൃത്യമായ മറുപടിയും നൽകുന്നുണ്ട്. ലവ്മോറിന്റെ ടൂർ കമ്പനിക്ക് പല പല വാഹനങ്ങളും ഡ്രൈവർമാരുമുണ്ട്. എല്ലാ വാഹനങ്ങളിലെയും ഡ്രൈവർമാർക്ക് പൊതുവായുള്ള നിർദ്ദേശങ്ങൾ വയർലെസ് വഴിയാണ് നൽകുന്നത്. പോകുന്ന വഴിക്കെല്ലാം കാണാം ധാരാളം ചരക്കു വാഹനങ്ങൾ. കെമിക്കൽസ്, പെട്രോളിയം, പാല് എന്നിങ്ങനെ പല ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന വണ്ടികൾ. സിംബാബ്വെ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ്. കടൽ തീരമില്ലാത്ത രാജ്യം. വഴിയോരത്ത് മരച്ചുവടുകളിൽ കുറെ കടകൾ കാണാം. ഇവിടെ വനത്തിനകത്ത് ചില ഗ്രാമങ്ങളുണ്ട്. അവിടുത്തെ ഗ്രാമീണർ തന്നെയാവാം കച്ചവടക്കാർ. വഴി പലയിടത്തേക്കും തിരിഞ്ഞു പോകുന്ന ജംഗ്ഷനുകൾ.
മരത്തണലുകളിൽ കാറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ആളുകൾ നടന്നു പോകുന്നു. കാടിനുള്ളിലേക്ക് നീളുന്ന മൺവഴികൾ. അതെല്ലാം ഓരോ ഗ്രാമത്തിലേക്കുള്ള വഴികളാണ്. ടൂറിസ്റ്റുകളാണ് ഈ കാണുന്ന വണ്ടികളിലെല്ലാം കടന്നു പോകുന്നത്. ഇവിടുത്തെ സാധാരണക്കാർ കാറുകളിലൊന്നും അധികം യാത്ര ചെയ്യാറില്ല. അവർ പബ്ലിക് ട്രാൻസ്പോർട്ടിനെയാണ് കൂടുതലായും ആശ്രയിക്കുന്നത്. ഇവിടെ നിന്ന് രാജ്യതലസ്ഥാനമായ ഹരാരയിലേക്ക് 700 കിലോമീറ്ററിലേറെ യാത്ര ചെയ്യണം. ബസ്സിലാണ് യാത്രയെങ്കിൽ 13 മണിക്കൂർ എടുക്കും. ഹരാരയെയും വിക്ടോറിയ ഫാൾസ് സിറ്റിയെയും ബന്ധിപ്പിച്ച് 4 മണിക്കൂർ കൂടുമ്പോൾ ബസ് സർവീസുണ്ട്. യാത്ര തുടരവേ അങ്ങകലെ ഒരു ഭാഗത്ത് വനത്തിനകത്ത് മലഞ്ചെരുവിൽ മണ്ണിടിച്ചിട്ടിരിക്കുന്നത് കാണാം. അവിടെ ഒരു സ്റ്റേഡിയത്തിന്റെ പണി നടക്കുകയാണ്. 2027 ക്രിക്കറ്റ് വേൾഡ് കപ്പിന്റെ ഒരു വേദി അവിടമാണ്. പണി കാര്യമായി തുടങ്ങിയിട്ടില്ല. മണ്ണ് മാറ്റിയിട്ടേയുള്ളൂ. വരാൻ പോകുന്ന സ്റ്റേഡിയത്തിന്റെ മാതൃക ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സിംബാബ്വെ പഴയൊരു ക്രിക്കറ്റ് രാജ്യമായിരുന്നു. വെള്ളക്കാരാണ് ആ കളി ഇവിടേക്ക് കൊണ്ടുവന്നത്. ആദ്യകാലത്ത് സിംബാബ്വെ ടീമിലെ കളിക്കാരും വെള്ളക്കാർ തന്നെയായിരുന്നു. 1898 റൊഡേഷ്യ ക്രിക്കറ്റ് യൂണിയൻ എന്ന പേരിലാണ് സിംബാബ്വെയിൽ ക്രിക്കറ്റിന്റെ ഒരു ടീമിന് തുടക്കമാവുന്നത്. 1980-കൾ വരെ ക്രിക്കറ്റിന് നല്ല വേരോട്ടമുള്ള മണ്ണായിരുന്നു സിംബാബ്വെ. ഇപ്പോഴും ഇവർക്ക് ക്രിക്കറ്റ് ടീമുണ്ടെങ്കിലും പഴയതുപോലെ ക്രിക്കറ്റ് ഇവിടെ സജീവമല്ല. വനത്തിലൂടെ തന്നെയാണ് ഞങ്ങളുടെ യാത്ര. ചെറിയ ലോഡ്ജുകളും റിസോർട്ടുകളുമൊക്കെ ഈ വനത്തിലുണ്ട് എന്നതിന്റെ സൂചനയായി ബോർഡുകൾ പലയിടത്തും കാണാം. സാംബസി നാഷണൽ പാർക്കിന്റെ ഭാഗമായ വനമാണിത്. പാതയുടെ ഇരുഭാഗത്തും നിരന്നു നിൽക്കുന്ന മരങ്ങൾ ഇലപൊഴിച്ചു നിൽക്കുകയാണെങ്കിലും അതിനൊരു ഭംഗിയുണ്ട്. ആഫ്രിക്കൻ രാഷ്ട്രീയത്തിൽ നായകനും വിവാദ പുരുഷനുമായിരുന്ന റോബർട്ട് മുഗാബെയുടെ നാടാണ് സിംബാബ്വെ. 1980-ൽ സിംബാബ്വെയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലാണ് മുഗാബെ ഭരണരംഗത്ത് ആധിപത്യം സ്ഥാപിക്കുന്നത്. പിന്നീട് 4 പതിറ്റാണ്ടുകാലം മുഗാബെ സിംബാബ്വെയുടെ ഭരണത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തി. ഇക്കാലത്ത് ഈ രാജ്യത്ത് എൻഡബലെ ഗോത്രത്തിന്റെ കൂട്ടക്കൊല, വെളുത്തവരുടെ ഫാമുകൾ പിടിച്ചെടുക്കൽ, മനുഷ്യാവകാശ ധ്വംസനം, അഴിമതി എന്നിവയെല്ലാം നടമാടി. ആ കഥകൾ ഓർത്തിരിക്കെ കാർ വിക്ടോറിയ ഫാൾസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ സമീപത്തേക്കെത്തി. അവിടെ എന്നെ ഇറക്കി ബാഗ് എടുത്തു തന്ന് തുലിസി യാത്ര പറഞ്ഞു. എനിക്ക് നല്ലൊരു യാത്ര ആശംസിക്കുകയും ചെയ്തു. ഇനി എയർപോർട്ടിനകത്തേക്ക് കയറാം. 2015-ൽ പണി പൂർത്തിയായ പുതിയ ടെർമിനലാണ് ഇത്. എങ്കിലും ടെർമിനലിന്റെ ഉദ്ഘാടനം 2016 നവംബറിലായിരുന്നു. പ്രസിഡന്റ് റോബർട്ട് മുഗാബെയ്ക്ക് അന്നേ സൗകര്യപ്പെട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ഉദ്ഘാടനം അത്ര നീണ്ടത്. എക്സിം ബാങ്ക് ഓഫ് ചൈന നൽകിയ $180 മില്യൺ ലോൺ ഉപയോഗിച്ചാണ് ഈ പുതിയ എയർപോർട്ട് പണിതിരിക്കുന്നത്. ഞാൻ ചെക്ക് ഇൻ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇനി ഗേറ്റിലേക്ക് പോവുകയാണ്. ഇവിടെ റെസ്റ്റോറന്റുകളുണ്ട്, സുവനീർ കടകളുണ്ട്, ചെറിയ മറ്റു ഷോപ്പുകളുണ്ട്, വിശ്രമിക്കാനുള്ള ലോഞ്ചുകളും. വലിയ എയർപോർട്ടൊന്നുമല്ലെങ്കിലും അത്യാവശ്യം ഫെസിലിറ്റികളെല്ലാമുണ്ട്. ഇവിടെ കാണുന്നവരിൽ ഭൂരിഭാഗവും ടൂറിസ്റ്റുകൾ തന്നെയാണ്. വൃത്തിയിലും ഭംഗിയിലും ഒരുക്കിയിരിക്കുന്ന എയർപോർട്ട് ടെർമിനൽ. ഞാൻ ചില കടകളിലേക്കൊക്കെ കയറി ചെന്നു. ഇവിടെ ടീഷർട്ടുകളാണ് വിൽക്കുന്നത്. പ്ലേറ്റുകൾ, ശില്പങ്ങൾ, കൗതുക വസ്തുക്കൾ എന്നിങ്ങനെയെല്ലാമുണ്ട്. എല്ലാറ്റിനും ഒരു ആഫ്രിക്കൻ സ്വഭാവമുണ്ട് എന്നതാണ് പ്രധാനം. വളരെ കൗതുകകരമായി തോന്നുന്ന സാധനങ്ങൾ. ഈ വീഡിയോ കണ്ടിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാവുന്നതേയുള്ളൂ. വിക്ടോറിയ ഫാൾസ് ജിൻ എന്ന പേരിൽ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജിന്നിന്റെ ഡിസ്പ്ലേയും ഇവിടെയുണ്ട്. ജിൻ കുപ്പികൾ നിരത്തിവെച്ചിരിക്കുന്നു. 750 ml കുപ്പികളാണ് എല്ലാം. സായിപ്പുമാരായ ടൂറിസ്റ്റുകളുടെ വലിയ കൂട്ടം തന്നെയുണ്ടിവിടെ. വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് തുടങ്ങി. എയ്റോ ബ്രിഡ്ജിലൂടെ ഞാൻ വിമാനത്തിലേക്ക് നടന്നു. ഇവിടെ നിന്നും വിമാനം ആദ്യം പോവുക ബോട്സ്വാനയുടെ തലസ്ഥാനമായ ഗാബറോണിലേക്കാണ്. എത്യോപ്യൻ എയർലൈൻസിന്റെ വിമാനത്തിലാണ് യാത്ര.
ആഫ്രിക്കയിലൂടെയുള്ള ദീർഘയാത്രകൾക്ക് ഏറ്റവും നല്ലത് എത്യോപ്യൻ എയർലൈൻസ് ആണ്. ചെറിയ യാത്രകൾക്ക് വേറെ ധാരാളം ചെറിയ എയർലൈനുകളുണ്ട്. ട്രഡീഷണൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുണ്ട് വാതിൽക്കൽ. 1-ാം നിരയിൽ തന്നെയാണ് എനിക്കുള്ള സീറ്റ്. ഇതാണത്. പാസഞ്ചേഴ്സ് കയറി വന്നുകൊണ്ടേയിരിക്കുന്നു. വിമാനയാത്രയിൽ ഞാൻ കൂടുതലും വായിക്കാനാണ് സമയം ചെലവഴിക്കുക. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ വാങ്ങിയിരുന്ന ഒരു പുസ്തകം വായിച്ചു തീർന്നു. ക്യാബിൻ ക്രൂ കൊണ്ടുവന്ന ടിഷ്യൂ കൊണ്ട് മുഖമൊക്കെ തുടച്ച് അങ്ങനെ കാത്തിരിക്കുകയാണ്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അല്പസമയത്തിനകം വിമാനം പുറപ്പെടുകയായി. ഇതാണ് വിക്ടോറിയ ഫാൾസ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ രൂപം. ഗോത്ര കുടിലുകളുടെ രൂപത്തിലാണ് അതിന്റെ ഗേറ്റുകളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആ ഗേറ്റിലൂടെയാണ് ഓരോ വിമാനത്തിലേക്കും കയറേണ്ടത്. 3 ഗേറ്റുകളിലാണ് എയ്റോ ബ്രിഡ്ജുകൾ ഉള്ളതെന്ന് മനസ്സിലായി. ചെറിയ വിമാനങ്ങളിൽ വന്നാൽ അതിൽ നിന്നും ഗോവണി വഴി ഇറങ്ങിപ്പോകണം. 3 വിമാനങ്ങളിൽ മാത്രം എയ്റോ ബ്രിഡ്ജിലൂടെ കയറാം. രണ്ടാമതൊരിക്കൽ കൂടി ഞാൻ ഈ നഗരത്തിൽ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഈ എപ്പിസോഡുകൾ കണ്ടിട്ട് വിക്ടോറിയ ഫാൾസ് എപ്പിസോഡുകളുടെ റിപ്പീറ്റ് ആണോ എന്ന് ചോദിച്ച പ്രേക്ഷകർ വരെയുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ കാണിച്ച ദൃശ്യങ്ങളിൽ ഒന്നുപോലും ഞാൻ ഇത്തവണ കാണിച്ചിട്ടില്ല. റൺവേയിലൂടെ വിമാനം കുതിച്ചു പായുകയാണ്. അകലെ വിമാനത്താവള ടെർമിനൽ കാണാം. വിമാനം ആകാശത്തേക്ക് ഉയർന്നു. താഴെ ടെർമിനൽ ബിൽഡിംഗും അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളുമെല്ലാം കാണുന്നുണ്ട്. വിശാലമായ സമതല പ്രദേശം. ഇവിടെയുള്ള കുറച്ച് ജനവാസ പ്രദേശം കഴിഞ്ഞാൽ അതിനപ്പുറം മുഴുവൻ വനമാണ്. ലക്ഷക്കണക്കിന് മൃഗങ്ങൾ വിഹരിക്കുന്ന വനം. ഇവിടെയാകട്ടെ ചെറിയ ഗ്രാമങ്ങളുണ്ട്. കള്ളി തിരിച്ചിട്ടിരിക്കുന്ന ഭൂമിയും കാണുന്നു. വനത്തിന് നടുവിൽ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളാണ് ഇതൊക്കെ. ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വനത്തിനുള്ളിൽ ജനവാസമുള്ളതായി തോന്നില്ല. കൃഷിയിടങ്ങൾ തന്നെയാണ് ഇങ്ങനെ കള്ളി തിരിച്ചിട്ടിരിക്കുന്നത്. അതിനപ്പുറം കള്ളി തിരിക്കാത്ത ഭാഗം നാഷണൽ പാർക്കാണ്. പൂർണ്ണമായും വനം. വനത്തിന്റെ അരികി വരെ കൃഷിയിടങ്ങൾ എത്തി നിൽക്കുന്നത് ഇങ്ങനെ ഈ ആകാശ കാഴ്ചയിൽ കാണാം. അതിന് നടുവിലൂടെ ഞരമ്പുകൾ പോലെ മൺ റോഡുകൾ. ഉൾക്കാട്ടിലെ ഗ്രാമങ്ങളിലേക്കെല്ലാം പോകുന്ന റോഡുകളാണ്. വിക്ടോറിയ ഫാൾസിന്റെ പരിസരത്ത് കുറേയേറെ ഗ്രാമങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം ഉണ്ടെന്നുള്ള അറിവാണ് ഈ കാഴ്ചയിൽ നിന്ന് ലഭിക്കുന്നത്. ഇക്കാണുന്നതൊക്കെ കൃഷിയിടങ്ങൾ തന്നെയാണ്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ കൃഷിയിടങ്ങളുടെ കള്ളികളൊന്നും കാണുന്നില്ല. എന്നാൽ വണ്ടി ഓടുന്ന പാതകൾ കാണാം. മൺപാതകളാണ്. അതിനിടയിലൂടെ ഒരു നദി വരണ്ടങ്ങനെ കിടക്കുന്നു. ചെറിയ തോതിൽ ജലമൊഴുക്കുണ്ടാവാം. നദിയുടെ ഇരുഭാഗത്തും കാടാണ്. വിക്ടോറിയ ഫാൾസിൽ നിന്നും വിമാനം തെക്കുകിഴക്ക് ദിശയിൽ കുറച്ചു പോയ ശേഷം ഇനിയൊന്ന് തിരിയും. ഈ പച്ച നിറത്തിൽ കാണുന്ന വരയാണ് വിമാനത്തിന്റെ സഞ്ചാരപഥം. ഇനി നേരെ തെക്കോട്ടാണ് പോകുന്നത്. തെക്കോട്ട് പറക്കുമ്പോൾ താഴെ കാഴ്ച ഇങ്ങനെയാണ്. ഇപ്പോൾ വിമാനം സിംബാബ്വേയുടെ ആകാശത്തു തന്നെയാണ്. മെറ്റഡ് സീ സഫാരി ഏരിയ എന്ന ഭാഗത്തിന് മുകളിലൂടെയാണ് യാത്ര. 3000 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഹണ്ടിംഗ് പ്രദേശമാണ് മെറ്റഡ് സീ സഫാരി ഏരിയ. സാംബസി നദിക്കും ഷാങ്കേ നാഷണൽ പാർക്കിനും ഇടയിലുള്ള വനപ്രദേശം. വിമാനം ഒന്നുകൂടി ചെറുതായി തിരിയാൻ പോവുകയാണ്. മെറ്റഡ് സീ സഫാരി ഏരിയയുടെ മുകളിൽ നിന്നും വീണ്ടും തെക്കോട്ടാണ് തിരിയുന്നത്. കുറച്ചു ദൂരം കൂടി പറന്നാലേ ബോട്സ്വാനയുടെ അതിർത്തിയിലേക്ക് കയറുകയുള്ളൂ. നിരവധി നദികളുണ്ടിവിടെ. ആ നദിയുടെ തീരങ്ങളിലാണ് കൂടുതലായും മൃഗങ്ങളുണ്ടാവുക. സസ്യഭുക്കുകളായ മൃഗങ്ങളെല്ലാം പുല്ലും പച്ചപ്പും വെള്ളവുമൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പോൾ വിമാനം സിംബാബ്വെ പിന്നിട്ട് ബോട്സ്വാനയുടെ മുകളിലേക്ക് കയറിയിരിക്കുന്നു. നാറ്റ നദിയും സോപ്പാൻ എന്ന പ്രദേശവുമൊക്കെയാണ് താഴെ. അങ്ങനെ കുറെ നേരം സഞ്ചരിച്ച് ബോട്സ്വാനയുടെ തലസ്ഥാന നഗരമായ ഗാബറോണിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഗാബറോണാണ് ബോട്സ്വാനയിലെ ഏറ്റവും വലിയ നഗരം. അവിടേക്ക് അടുക്കുമ്പോഴേക്കും ഇപ്പോൾ കൃഷിയിടങ്ങളാണ് കാണുന്നത്.
ഭൂമിക്ക് ഒരേ നിറവും ഒരേ ഭാവവും. ബോട്സ്വാനയിലാണെങ്കിലും സിംബാബ്വേയിലാണെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല. എത്യോപ്യയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ മുതൽ താഴെ കാണുന്നത് ഇങ്ങനെയുള്ള ഭൂമിയാണ്. ഒരേ നിറം. പക്ഷെ മഴക്കാലത്ത് ഈ നിറം മാറും. നല്ല പച്ചപ്പായിരിക്കും എല്ലായിടത്തും. ഇത് വിന്ററാണ്, തണുപ്പുകാലം. കുറച്ചു കഴിയുമ്പോഴേക്കും വരൾച്ചയുമെത്തും. ജനുവരി മുതൽ മെയ് മാസം വരെയൊക്കെയാണ് ഇവിടെ നല്ല പച്ചപ്പുണ്ടാവുക. കൊളോണിയൽ കാലം മുതൽ ബോട്സ്വാനയിലെ പ്രധാന പട്ടണമായിരുന്നു ഗാബറോൺ. ആദ്യകാലത്ത് മൊഷവങ് എന്നായിരുന്നു ഈ പ്രദേശത്തിന്റെ പേര്. യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് ഗാബറോൺസ് എന്ന് വിളിച്ചു തുടങ്ങിയത്. 1964 ഇന്നത്തെ പട്ടണം സ്ഥാപിതമായത്. അപ്പോൾ അതിന് ഗാബറോൺ എന്ന പേരു നൽകുകയും ചെയ്തു. നല്ല അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയുള്ള നാടാണിത്. വിമാനം ഗാബറോൺ പട്ടണത്തിന്റെ മുകളിലേക്കെത്തി. 2.5 ലക്ഷത്തോളം ജനം വസിക്കുന്ന നഗരമാണിത്. ആഫ്രിക്കയിൽ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് ഗാബറോൺ. 1960കളിൽ ചുറ്റും കൃഷിയിടങ്ങളുള്ള ഒരു ഇടത്തരം പട്ടണമായിരുന്നു ഗാബറോൺ. പിന്നീട് ആ കൃഷിയിടങ്ങളെല്ലാം നഗരത്തോട് കൂട്ടിച്ചേർക്കുകയും അവിടെ കെട്ടിടങ്ങൾ ഉയരുകയും ചെയ്തു. ഇപ്പോൾ ബോട്സ്വാനയുടെ ആകെ ജനസംഖ്യയുടെ 10% വസിക്കുന്നത് ഈ നഗരത്തിലാണ്. നഗരം രൂപപ്പെട്ട 1964 4000-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇവിടെ വസിച്ചിരുന്നത്. ഇന്ന് ബോട്സ്വാനയുടെ സാമ്പത്തിക കേന്ദ്രവും ഗാബറോണാണ്. രാജ്യത്തെ ബാങ്കുകളുടെയും പ്രധാന കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെയും എല്ലാം ആസ്ഥാനം ഇവിടെയാണ്. നഗരപ്രാന്തത്തിലെ ഗ്രാമങ്ങളിൽ നേർരേഖ പോലെയാണ് റോഡുകൾ പണിതിരിക്കുന്നത്. മൺപാതകളാണെന്ന് ഇവിടെ നിന്നുള്ള കാഴ്ചയിൽ വ്യക്തമാകും. എങ്കിലും അതിനൊരു അടുക്കും ചിട്ടയുമുണ്ട്. അതൊക്കെയാണ് പ്ലാനിംഗ്. നമ്മുടെ നാട്ടിൽ ഒരിടത്തും ഇങ്ങനെ നേർരേഖ പോലുള്ള റോഡുകൾ കാണില്ല. ചെറിയ വ്യവസായ കേന്ദ്രങ്ങളും മറ്റും താഴെ കാണാം. ആഫ്രിക്കയിൽ തന്നെ ജീവിത ചെലവ് കൂടിയ 4ാമത്തെ നഗരമാണ് ഗാബറോൺ. ഇന്ത്യയിലെ ചെന്നൈ നഗരത്തിലെ ജീവിത നിലവാരമാണ് ഇവിടെയെന്നാണ് ചില പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ നഗരത്തിലെ ഏതാണ്ട് 20% ആളുകളും ഫിനാൻഷ്യൽ സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. വിമാനം താഴുകയാണ്. ഗാബറോണിന്റെ ഡൗൺ ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ മാറിയാണ് വിമാനത്താവളം. അതിനാൽ നഗരത്തിന്റെ കാഴ്ച അവസാനിച്ചു. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഒരു പ്രദേശത്തിന് നടുക്കുള്ള ഒരു മൈതാനത്തേക്കാണ് വിമാനം താഴുന്നത്. ആഫ്രിക്കൻ വനത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുമുള്ള ഒരു പ്രദേശം. നഗരം പൂർണ്ണമായും കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. ഗാബറോണിലെ സർസെറ്റ്സ ഖാമ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് വിമാനം താഴ്ന്നിറങ്ങി. വലിയൊരു എയർപോർട്ടൊന്നുമല്ല ഇവിടുത്തേത്. 1984 പ്രവർത്തനം തുടങ്ങിയ എയർപോർട്ടാണിത്. എയർപോർട്ടിലെ പുതിയ ടെർമിനൽ ബിൽഡിംഗ് ആണ് അകലെ അക്കാണുന്നത്. വർഷത്തിൽ 1.5 ലക്ഷത്തിൽ താഴെ ആളുകൾ മാത്രമേ ഇതുവഴി കടന്നു പോകുന്നുള്ളൂ. സർവീസുകൾ അത്ര കുറവാണ് താനും. എയർ ബോട്സ്വാന, എയർലിങ്ക്, എത്യോപ്യൻ എയർലൈൻസ്, സൗത്ത് ആഫ്രിക്കൻ എയർവൈസ് എന്നീ കമ്പനികൾ മാത്രമേ ഗാബറോൺ എയർപോർട്ട് ഉപയോഗിക്കുന്നുള്ളൂ. വിമാനം നിശ്ചലമായി. ബോട്സ്വാനയുടെ പതാക പാറുന്നു. നീലയിൽ വെള്ളയും കറുപ്പും വരെയുള്ള പതാക. ഇവിടെ കുറെ പേർ ഇറങ്ങാനുണ്ട്. എന്നെപ്പോലെ കുറച്ചു പേർ ഇറങ്ങുന്നില്ല താനും. ഇവിടെ നിന്ന് കുറെ പേർ കയറും. അവരുമായി ഇനി എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബാബയിലേക്ക് പറക്കണം. എയ്റോ ബ്രിഡ്ജൊന്നുമില്ല. ഗൗണിലൂടെ ആളുകൾ ഇറങ്ങുന്നു. ഇറങ്ങിയവർ ടെർമിനൽ ബിൽഡിംഗിലേക്ക് നടക്കുന്നു. ഇന്റർനാഷണൽ അറൈവലാണല്ലോ. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ പുറത്തിറങ്ങാൻ പറ്റൂ. ഏതാനും ജീവനക്കാർ വിമാനത്തിനകത്തേക്ക് കയറി വന്നു. സുരക്ഷാ പരിശോധനയുണ്ട്. ഡോക്യുമെന്റ്സുമായി കോക്പിറ്റിൽ നിന്ന് ചിലർ ഇറങ്ങി വരുന്നു. ഇവിടെ നിന്നുള്ളവരെ കയറ്റി വിമാനം ടേക്ക് ഓഫ് ചെയ്യുകയാണ്. 2 ഡെസ്റ്റിനേഷനുകളെ മാത്രം ബന്ധിപ്പിച്ച് സർവീസ് നടത്തിയാൽ എയർലൈനുകൾ ലാഭകരമാവില്ല. അതിനാൽ പല രാജ്യതലസ്ഥാനങ്ങളിലോ പ്രധാന നഗരങ്ങളിലോ ഇറങ്ങിയാണ് പോവുക. അപ്പോഴേ ഒരു വിമാനം ലാഭകരമായി പറത്താൻ മാത്രമുള്ള ആളുകളെ കിട്ടുകയുള്ളൂ. എത്യോപ്യൻ എയർലൈൻസിന്റെ ഒരു വിമാനം അഡിസ് അബാബയിൽ നിന്ന് പുറപ്പെട്ടാൽ വിക്ടോറിയ ഫാൾസിൽ ഇറങ്ങി അവിടെ ആളുകളെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത് ഗാബറോണിൽ വന്ന് ആളുകളെ എടുത്തൊക്കെയാണ് യാത്ര തുടരുക. എന്റെ സഹയാത്രികർ പലരും ഉറക്കത്തിലായിരിക്കുന്നു.
ഞാൻ ബാക്കിയുണ്ടായിരുന്ന പുസ്തകം വായിച്ചു തീർത്തു. പിന്നെ പണിയൊന്നുമില്ലാതായി. നോക്കിയപ്പോൾ എത്യോപ്യൻ എയർലൈൻസിൽ 2-3 മലയാള സിനിമകളുണ്ട്. അതിലൊന്ന് ആസിഫ് അലിയും അപർണയും വിജയരാഘവനുമെല്ലാം അഭിനയിച്ച കിഷ്കിന്ധ കാണ്ഡമാണ്. അത് ഞാൻ നേരത്തെ കണ്ടിരുന്നില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള വിമാനയാത്രകളിലാണ് മുൻപ് മിസ് ചെയ്ത പല സിനിമകളും കാണുന്നത്. അങ്ങനെ ഹെഡ്ഫോണും വെച്ച് ഞാൻ ആ സിനിമ കണ്ടിരുന്നു. ആസ്വാദ്യമായ ഒരു സിനിമയായിരുന്നു. ഇടയ്ക്ക് എയർ ഹോസ്റ്റസുമാർ ഭക്ഷണവുമായി എത്തി. ഇടയ്ക്കിടെ വൈനും ഡ്രിങ്ക്സുമൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. കാപ്പി വേണ്ടവർക്ക് അത്, വൈൻ വേണ്ടവർക്ക് വൈൻ. ഭക്ഷണമെത്തുന്നു. അത് കഴിച്ചും സിനിമയിൽ മുഴുകിയുമായിരുന്നു എൻ്റെ മടക്കയാത്ര.